ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനായിട്ട് തെരഞ്ഞു പിടിച്ചു കൊടുക്കുന്ന ചെക്കനെ അല്ലാതെ അവള് സ്നേഹിക്കാനും പോകുന്നില്ല. വല്ലാത്തൊരു ധൈര്യം തന്നെ. എന്റെ അമ്മയ്ക്കൊന്നും ഈ ധൈര്യം ഇല്ലാട്ടോ. അതെന്താടി നിന്റെ അമ്മയ്ക്ക് ധൈര്യം ഇല്ലാത്തെ? നീ കുരുത്തക്കേട് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോടി? ഒന്ന് പോയേ, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അതെ, കൃഷ്ണയുടെ കാര്യം ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നിനക്ക് പറ്റിയ ഒരു ചെക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരും. അയ്യോടി, അവളുടെ ഒരു നാണം കണ്ടില്ലേ? അമ്മ ഒന്ന് ചുമ്മാ ഇരുന്നേ. ദേ, ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചേ. കൃഷ്ണയും നീയും എനിക്ക് ഒരുപോലെയാ. അവളുടെ കാര്യത്തിലുള്ള അതേ സന്തോഷം തന്നെയാ എനിക്ക് നിന്റെ കാര്യത്തിലും. കേട്ടോടി? അയ്യോ, ഞാൻ വെള്ളം തന്നില്ലല്ലോ. നന്ദ, ഉറങ്ങാറായില്ലേ നിനക്ക്? ഇല്ലമ്മേ, ഉറക്കം വന്നില്ല. സിത്താരയുടെ വീട്ടിൽ പോകുന്നത് ഏതെങ്കിലും വിധത്തിൽ അമ്മ മുടക്കുമെന്ന് ഞാൻ കരുതി. കടുംപിടുത്തം പിടിച്ചാല് എല്ലാവർക്കും സംശയം തോന്നും. പിന്നെ സുമിത്ര ഒരു കാര്യം പറഞ്ഞപ്പോ അത് എതിർക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. അതുകൊണ്ടാ സമ്മതം മൂളിയത്. അകറ്റാൻ ശ്രമിക്കുന്ന നമ്മൾ തന്നെ വീണ്ടും ഒരു അടുപ്പത്തിന് കാരണമാവോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് തടസ്സം പറയേണ്ടി വന്നാല്? നമ്മുടെ ആഗ്രഹവും തീരുമാനവും ഒക്കെ ഇപ്പൊ നമ്മള് രണ്ടുപേരിലും ഒതുങ്ങണം. വേറൊരാളുടെ ചെവിയിലേക്ക് അത് പോകരുത്. എന്തായാലും നമ്മൾ അന്വേഷിക്കുന്ന കുട്ടി നമ്മുടെ അടുത്തേക്ക് എത്തട്ടെ. അത്രയൊക്കെ സംഭവിക്കുമെങ്കില് അത് കഴിഞ്ഞുള്ള കാര്യവും ദൈവത്തിന്റെ കരുതലിൽ ഉണ്ടാവും. നന്ദാ, അമ്മേ, നവീന്റെ ആയാലും സുമിത്രയുടെ ആയാലും ഒരു മുഖം മുഷിഞ്ഞ വാക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പണ്ട് നമ്മുടെ വീടിന്റെ ഉമ്മർത്ത് ഒരു വലിയ മാവുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? നിനക്ക് നിർമ്മലയ്ക്കൊക്കെ അത് വലിയ കാര്യമായിരുന്നു. ഒരു ചെറിയ കാറ്റ് വന്നാൽ തന്നെ ഇഷ്ടം പോലെ മാങ്ങ പൊഴിഞ്ഞു വീഴും. നിങ്ങളത് പെറുക്കിയെടുക്കുകയും ചെയ്യും. ഒരു ദിവസം മാവ് വെട്ടിക്കളയാൻ കാരണവന്മാരെല്ലാം കൂടി തീരുമാനിച്ചു. എന്തായിരുന്നു കാരണം? അതിന്റെ തായ്വേര് അറ്റിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്ക് തോന്നി. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മരം വെട്ടാനുള്ള ഒരു കോടാലിയുമായി മാവിന്റെ അടുത്തേക്ക് വന്നപ്പോ നീയും നിർമ്മലയും അതില് വട്ടം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വെട്ടാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞു. ഒടുവില് കാരണവന്മാരെല്ലാവരും കൂടി നിങ്ങളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. എന്നിട്ടാ അത് വെട്ടിമാറ്റിയത്. ഓർമ്മയുണ്ടമ്മേ. ഉമ്മർത്ത് നിന്ന ഒരു മാവ് മുറിച്ചു പോയതിലല്ല, അത് ജീവിതത്തിൽ വലിയൊരു പാഠമായിരുന്നു. എത്ര കായ്ഫലമുള്ളതാണെങ്കിലും തായ്വേരറ്റ ആ മാവ് നമ്മുടെ തറവാട് വീടിനൊരു ഭീഷണിയായിരുന്നു. അത് മുറിക്കുക എന്ന കാര്യത്തില് അന്ന് കാരണവന്മാര് എന്ത് തീരുമാനമെടുത്തോ അത് തന്നെയായിരിക്കണം ഈ വിവാഹത്തിന്റെ കാര്യത്തിൽ എന്റെയും നിന്റെയും തീരുമാനം. ഇനിയിപ്പോ ഒന്നല്ല, 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോയാലും ഇത് നടക്കില്ലെന്നാണ് നമ്മുടെ തീരുമാനം.